എം രാജഗോപാലൻ. സർ, പവർ കട്ടില്ലാത്ത ലോഡ് ഷെഡിംഗ് ഇല്ലാത്തൊരു കേരളം ഉണ്ടായിരുന്നു സർ. സർ, ഇവരെ കുടുംബാംഗങ്ങളെങ്കിലും ആലോചിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ അവറിലെങ്കിലും ഇവർ ശ്രദ്ധിക്കണമായിരുന്നു സർ. കാരണം ഇവരുടെ കുടുംബാംഗങ്ങളുടെ കണ്ണീരൊപ്പിയ ഒരു സർക്കാരായിരുന്നു LDF സർക്കാർ. കാരണം കേരളത്തിലെ എല്ലാ സ്ത്രീകളും സ്ത്രീ സമൂഹം എല്ലാ ദിവസവും കരയുന്ന ഒരു സമയമുണ്ടായിരുന്നു സർ. ഈ നാട്ടിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സീരിയൽ കാണുന്ന സമയത്തുള്ള കരച്ചിൽ ഒഴിവാക്കി കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേരളത്തിലെ സഹോദരിമാരും അമ്മമാരും കരച്ചിലില്ല സർ. കാരണം എല്ലാ സമയത്തും പവർ കട്ടും ഇല്ലാത്ത ലോഡ് ഷെഡിങ് ഇല്ലാത്ത ഒരു നാടായി മാറി. അങ്ങനെയുള്ളൊരു കാലത്തെക്കുറിച്ച് സ്മരിക്കുന്നതിന് പകരം ഇപ്പോൾ പുതുയുഗ യാത്രയാണ് സർ UDF സംഘടിപ്പിച്ചിട്ടുള്ളത്. അക്ഷരാർത്ഥത്തിൽ അതൊരു കലിയുഗ യാത്ര എന്നതിന് പേര് കൊടുക്കുന്നതായിരിക്കും സർ ഏറ്റവും നല്ലത്, ഏറ്റവും അനുയോജ്യം. സർ, എൻ്റെ ചോദ്യം, PSP പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ പങ്കാളിത്ത മാതൃക സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സ്വകാര്യ പങ്കാളിത്തം സ്വീകരിക്കുമോ PSP പ്രോജക്റ്റിൽ? മറുപടിയിൽ പറഞ്ഞു സ്വകാര്യ പങ്കാളിത്തം ആലോചിക്കുന്നുണ്ട്. സംയുക്ത പ്രോജക്ട്. ശ്രീ MM മണി. സാർ, ഈ പദ്ധതി കൊണ്ട് ഗുണഭോക്താക്കൾക്ക് പദ്ധതി നിരക്കിൽ എന്തെങ്കിലും മെച്ചം വന്നിട്ടുണ്ടോ, വിലയിരുത്തിയിട്ടുണ്ടോ? PSP പ്രോജക്റ്റ് കൊണ്ടുള്ള ഗുണം അതിന് മറുപടിയിലുണ്ട്. യെസ്.